ടീമ് നമ്മൾ വന്നേക്കുന്നത് മട്ടാഞ്ചേരി നമ്മുടെ മരക്കടവ് നിഷാദിനിക്കട വർക്ക്ഷോപ്പിനടുത്ത് തന്നെ അപ്പോൾസിയുടെ ഇവിടെ ഒരു വണ്ടി ഇറങ്ങാൻ വേണം 5-6 ദിവസം കൊണ്ട് വണ്ടി പണിതിറങ്ങും. 51 രൂപയാണ് ബഡ്ജറ്റ്. ബോഡി വർക്ക്, അപ്പോൾസിറി, പെയിൻറ്റിങ്, സ്പ്രിങ്, ലൈറ്റ് വർക്ക് എല്ലാം അടക്കം, ഫിറ്റിങ്സ് അടക്കം. പോസ്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ സ്കൂൾ വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ എന്താണെങ്കിലും ഒരു ഉപകാരമാണത്. നമ്മൾ വണ്ടി കയറ്റിക്കഴിഞ്ഞാൽ വേറെ വണ്ടി എടുത്ത് എന്തൊക്കെ സീനാണ് ചോദിക്കണം. നമുക്കറിയാം ഒരു ദിവസം ഓടിയില്ലെങ്കിൽ എന്താ സീൻ. ഇത് പടാപ്പ് പരിപാടി. ഇപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പടാപ്പ് പരിപാടി വണ്ടി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സംഭവം വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്ന് കണ്ടോന്നല്ല. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അലോഷ്യസ്. അലോഷ്യസ്. സ്ഥലം എവിടെ? ഇപ്പോൾ സ്ഥലം എളമക്കര. ഇപ്പോൾ അറിഞ്ഞിട്ട് വന്നാണോ അവിടെ? അറിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് എത്ര ദിവസമായി വണ്ടി കൊടുത്തിട്ട് ഒരാഴ്ച ആകണേ ഉള്ളൂ. മൊത്തം പണിയും കൂടെയാണ് ഏൽപ്പിച്ചാണോ? ഞാൻ മൊത്തം പണി ഏൽപ്പിച്ച ബോഡി വർക്ക്, അപ്പോൾസറി, പെയിൻറ്റിങ്, എക്സ്ട്രാ ഫിറ്റിങ്സ്, സെറ്റ് അടക്കം ഇലക്ട്രിക് പരമായിട്ടുള്ള സാധനങ്ങളല്ലോ. ഇപ്പം എത്ര ദിവസം എടുത്ത്? ഇതിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വണ്ടി ഉള്ളു. എത്ര രൂപ ബഡ്ജറ്റ്? ഒരു 51 രൂപ എടുക്കുക. 51 രൂപ വന്നു. ഇപ്പോൾ വണ്ടി കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? വണ്ടി അടിപൊളി. ഈ 6 ദിവസം കൊണ്ട് ഇറങ്ങുമെന്ന് തോന്നിയായിരുന്നു? ഇല്ല എന്നോട് ഞാൻ എന്നോട് ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ പണിതിറക്കി തന്നു. എല്ലാം വാങ്ങിയാറുണ്ട്. ഞാൻ ക്വാർട്ടർ ഗ്ലാസ് മാത്രം ഗ്ലാസ്സിനടുത്ത് കൊണ്ട് ഇട്ടാൽ മതി. ബാക്കി എല്ലാം A to Z പണിയെല്ലാം കഴിഞ്ഞാറുണ്ട്. പിന്നെ നേരെ ഇത് കഴിഞ്ഞാൽ നേരെ ഓടാം. ഓക്കെ, ശരി ഏട്ടാ. വണ്ടിക്ക് വേണ്ടി പണിയെടുത്തവരും ഓണറൊക്കെയാണ് എല്ലാവരും. അപ്പോൾ ഇതുപോലത്തെ വണ്ടിക്ക് വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്. രാജേഷനെ അല്ലെങ്കിൽ മരക്കടവ് നിഷാദിക്കാനെ ആരും വെച്ചാൽ കോൺടാക്ട് ചെയ്യാം. വണ്ടി പടാപ്പത്ത് ഇറക്കി തരും അല്ലേ? ഗ്യാരണ്ടി അല്ലേ? എവിടെയാണ്? മരക്കടവ്, കൊച്ചങ്ങാടി റോഡ്, മട്ടാഞ്ചേരി. അപ്പോൾ ടീമേ, ഈ വണ്ടി എത്ര ദിവസം കൊണ്ടാണ് ഇറക്കണത്? ഡെലിവറിയാണ്. അപ്പം നമ്മൾ മൊത്തമായിട്ട് കരാറ് പിടിക്കുകയാണ്. മൊത്തം എന്തൊക്കെ ഉണ്ട് അതിൽ ഉൾപ്പെടെ? ഇതില് ബോഡി വർക്ക് ഉണ്ട്, അപ്പോൾസറി ഉണ്ട്, ഫിറ്റിംഗ്സ് ഉണ്ട്, സെറ്റ്, ഇലക്ട്രിക് വർക്ക് എല്ലാം കൂടി, സ്പ്രിങ് എല്ലാം സ്പ്രിങ് അടക്കം. ബോഡി വർക്ക് ആരുടെ? ഞങ്ങൾ അഗസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത്, നമ്മുടെ പാമ്പായി മൂലമുള്ളത്. അപ്പോൾസറി നമ്മുടെ കാലത്ത് വണ്ടി കൊടുത്ത വൈകുന്നേരം നമുക്ക് വണ്ടി കിട്ടും, പെയിന്റ് അടിച്ച് കിട്ടും. അത് കഴിഞ്ഞ് നേരെ സ്പ്രിങ് ആയിട്ടാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഇക്കടുത്ത് അപ്പോൾസറിക്ക് വരും. പിന്നെ ഫിറ്റിംഗ്സ് വർക്ക് ആ ടീം തന്നെയാണ്. ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത് എല്ലാം പ്രൊഫഷണൽ ആയിട്ട് 6 ദിവസത്തിനുള്ളിൽ സെറ്റ് കൊടുക്കും. ഇത് എത്ര രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക്? 51 രൂപ. നോർമൽ വർക്ക്, നോർമൽ ക്യാരിയറിന് വരും. ഇപ്പൊ അല്ലാതെ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പൈസ വരും. ഇപ്പൊ ഈ കാണുന്ന നോർമൽ രീതിയിലുള്ള വർക്കിനാണ് ഈ പറഞ്ഞ റേറ്റ്. ഇതിനുള്ളിൽ വർക്ക് കൂടുന്നതനുസരിച്ച്
പൈസയും വ്യത്യാസം വരും. എല്ലാ ദിവസവും ഉണ്ട്. ചിലവർക്ക് ഒന്നുകൂടി മോഡിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ. നമ്മൾ കണ്ടല്ലോ അമ്മ, എല്ലാം പക്ക ക്വാളിറ്റി തന്നെയാണ്. സ്ലൈഡിങ് ചെയ്ത് കൊടുക്കും. അതൊക്കെ അഡീഷണൽ വേറെ പൈസ. ശരിയാണ്, സ്കൂൾ ട്രിപ്പ് ഉള്ളവരുണ്ട്, പല ടൈപ്പ്. അല്ല, ഒരു ദിവസം തന്നെ ഓടാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. ഇതേ മോഡല് ഒരെണ്ണം കൂടി കിടപ്പുണ്ടാകത്ത്. ഈ ടീമിന്റെ വണ്ടിയാണ്, സെറ്റ് ചെയ്യാനാണ്. ഞാൻ പൊളിച്ചിരിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പടാപ്പ് വരാനല്ലോ. പോസ്റ്റില്ല. ശരിയാണ്, വാടക വണ്ടി എടുക്കണം, പണിയാണ്. സ്കൂൾ ട്രിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പണമുടക്ക് സാധനം വേഗം കൊടുക്കാൻ പറ്റുമോ നമ്മള്, പക്ഷെ ദൈവാനുഗ്രഹിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും 5 ദിവസത്തിൽ. അതുകൊണ്ട് ഇതിപ്പോ 6ാമത്തെ വണ്ടിയോ? അതെ, ഇത് 6ാമത്തെ വണ്ടി, 7ാമത്തെ. ഇനിയിപ്പോ വയനാട് നിന്ന് ഒരു വണ്ടി വരാൻ പോകുന്നുണ്ട്. എല്ലാവരും അല്ല എപ്പോഴും പോസ്റ്റ് ഇട്ടാ കൊടുക്കാനല്ലേ എപ്പോഴും നല്ല, എത്രയും പെട്ടെന്ന് ഓടാൻ പറ്റിയ. കണ്ടപ്പോഴെല്ലാവരും ചോദിക്കണത് നിങ്ങൾ 5 ദിവസത്തിനുള്ളിൽ വണ്ടി കൊടുക്കുവോ, ഉറപ്പാണോ എന്നാണ്. പറ്റിക്കണം എന്നുള്ളത്. ഇത്രയും വർക്ക് ഓണർ ഇപ്പൊ ഓണർ തന്നെ ചോദിച്ചാലല്ലോ പറ്റിക്കലാണോ? പറഞ്ഞ കറക്റ്റ് കാര്യമുണ്ട്. കാശ് കൊടുത്താലും അതിനുള്ള മുതലുണ്ട്. കാശും കൊടുക്കുക, സാധനം കിട്ടും, പടാന്ന് പരിപാടി കഴിയും. പരിപാടി ഒരാഴ്ച കൊണ്ട് സംഗതി, ഒരാഴ്ച കൊണ്ട് നമുക്ക് ഓടാം. ഇനി വേറെ ഒരു വർക്കില്ല നമുക്ക് ഇല്ല. പിന്നെ എന്തൊക്കെ ചെയ്തേക്കണം, നമ്മൾ എക്സ്ട്രാ ഫിറ്റ്നസ് ആയിട്ട് ചെയ്തേക്കണം എന്ന് പറഞ്ഞു തരാൻ പറ്റും? ഇതിൽ നമുക്ക് മിറർ കയറ്റിയിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പർ, ക്രോം ബീഡിങ്, കുത്തുവയ്പ്, പിന്നെ സ്റ്റീരിയോ സെറ്റ്. ഉള്ളിൽ സ്റ്റീരിയോ ഉണ്ട്, തട്ടുണ്ട്, പിന്നെ തട്ടുണ്ട്, മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട്, ഹാൻഡിൽ ഗ്രിപ്പ് ഉണ്ട്, പിന്നെ വീൽ കപ്പ് ഉണ്ട്, പിന്നെ നമ്പർ പ്ലേറ്റ് വിത്ത് ഫ്രെയിം ഉണ്ട്. മറ്റേ ക്രോമിന്റെ ഫിനിഷിംഗ് ഉള്ളു. അതെ, നമ്പർ പ്ലേറ്റ് നമ്മൾ അടിച്ചു കൊടുക്കണതാണ്. നമ്പർ പ്ലേറ്റ് വിത്ത് ഫ്രെയിം, പിന്നെ ടൈലൈറ്റ് ഗ്രില്ല്, സൈഡ് പാനൽ സ്റ്റീലിന്റെ, പിന്നെ ബാക്ക് ഫ്ലാപ്പ്. ഫ്ലാപ്പ് വേറെ ഡിസൈൻ മോഡലൊക്കെ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ഇതിപ്പോ നോർമൽ മോഡാണ്. നമ്മ പറഞ്ഞനുസരിച്ച് എന്ത് വേണം ചെയ്ത് കൊടുക്കാം. സംഭവം കൊള്ളാട്ടോ. ഒരു വണ്ടിക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. കൃത്യതയോടെ ഗ്യാരണ്ടിയോടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് വർക്ക്. അപ്പൊ നമുക്ക് പോസ്റ്റ് ഇല്ല. എത്രയും പെട്ടെന്ന് തരാൻ പറ്റും അത്രയും പെട്ടെന്ന് നമുക്ക് സാധനം തന്ന് അടുത്ത വണ്ടി നമുക്ക് പിടിക്കണം. അല്ല വെച്ച് താമസിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മ വഴി വിട്ടാൽ നമുക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. ഞങ്ങളത് കാരണം ഒരു വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ദിവസം തന്നെ അടുത്ത വണ്ടി പിടിക്കൂല. വെറുതെ ആൾക്കാർ ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. അപ്പൊ ആ വണ്ടി ബോഡി അടിച്ച് വന്ന് കഴിയും, പെയിന്റിങ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വണ്ടിയുടെ പണി ഒരു 3/4 ഭാഗം തീർന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പിടിക്കണത്. അപ്പൊ നിലവിൽ ഒരുപാട് എൻക്വയറീസ് ഉണ്ട്, ഒരുപാട് വിളിക്കുന്നുണ്ട് വണ്ടിക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ വയനാട് അടുത്ത വണ്ടി വയനാട് നിന്നുള്ള കൊടുത്തേക്കണം. അപ്പൊ അടുത്ത ദിവസം വരും. അപ്പോൾ അത് തിങ്കളാഴ്ചത്തേക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത്. തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ച ആ പോയ പയ്യൻ്റെ വണ്ടി ഇറങ്ങും. തിങ്കളാഴ്ചത്തേക്ക് എല്ലാ വർക്കും കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ അടുത്ത വണ്ടി വയനാട് തിങ്കളാഴ്ചത്തേക്ക് വരും. അപ്പോൾ നമ്മൾ നമ്പറെല്ലാം കോൺടാക്ട് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കോൺടാക്ട് നമ്പർ. അപ്പോൾ അത്യാവശ്യമുള്ളവർ വേഗം വിളിക്കുക, പടാന്ന് വരടി. പോസ്റ്റില്ല. ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്നു കേൾക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ പെട്ടെന്ന് വണ്ടി ഇറക്കേണ്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.